നീ ഞാൻ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ആരും കേൾക്കുന്നില്ല. 5:30 എനിക്ക് പറഞ്ഞു. ഓക്കെ ശരി, ചോദിച്ചോ ഒന്നുകൂടി. ഞാനൊരു 5:30 എനിക്ക് 6 o'clock ആകുമ്പോഴേക്കും ഒന്ന് ഫ്രഷ് ആയിട്ട് ഐ ടേക്ക് എ വാക്ക്. 10 കിലോമീറ്റർ ഇതർ ജോഗ് ഓർ വാക്ക് ഉണ്ടാവും. 8 മുട്ട, എഗ് വൈറ്റ്, 2 ഫുൾ വിത്ത് ഉണ്ണി, 50 grams ഓട്സ്. എനിക്ക് ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടാണ് ഇഷ്ടം. ദീസ് ഡേയ്സ് ഐ ഓൾസോ ഡു എ ലോട്ട് ഓഫ് എന്താ പറയുക വാക്കിംഗ്. 10 കിലോമീറ്റർ നടക്കാറുണ്ട് ഡെയിലി. സോ ഇറ്റ് ഹെൽപ്സ്. ഓരോ സമയത്ത് ഓരോ വർക്കൗട്ടാണ്. ദ കൈൻഡ് ഓഫ് ബോഡി യു വാണ്ട്. ഇപ്പോൾ ചെയ്യാൻ പോകുന്നൊരു സിനിമ മാർക്കോ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അതിൽ എനിക്ക് കുറച്ച് അത്ലറ്റിക് ഫിസിക് ഉണ്ടെങ്കിൽ നന്നായിരിക്കും തോന്നുന്നു. ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ എനിക്ക് എഗ് വൈറ്റ്സും പിന്നെ ബുൾസൈ ഒക്കെ ഇഷ്ടമാണ്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ലേറ്റാണ്. സാധാരണ എനിക്ക് ഭയങ്കര നേരത്തെ വിശക്കുന്ന ആളാണ്. സോ ഭയങ്കര വിശപ്പുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 6:37 ഇൻ ദി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് തീരും. യൂഷ്വലി ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ഇതിന് എഗ് വൈറ്റ്സ് ആൻഡ് ഫ്രൂട്ട്സ് ഇത്രയേ ഉള്ളൂ. ആൻഡ് കുറച്ച് ഓട്സ് ഉണ്ടാവും. എൻ്റെ കയ്യിൽ പ്രോട്ടീൻ ഓട്സ് ഉണ്ട്. അതിൽ കുറച്ച് പ്രോട്ടീൻ മിക്സ് ചെയ്ത് കഴിക്കും. ബേസിക്കലി ഭയങ്കര ഡയറ്റോ കാര്യമൊന്നും ഇല്ലെങ്കിൽ സദ്യ ഭയങ്കര ഇഷ്ടമാണ്. അതർവൈസ് ഒരു 100 gram റൈസും ചിക്കൻ, മുട്ട, പപ്പടം. ഡിന്നർ ഹൈ പ്രോട്ടീൻ ഫുഡ്. പ്രോട്ടീൻ സ്റ്റക്കായിട്ടുള്ള നല്ല ഫുഡ്. ഞാൻ ആക്ച്വലി ഇപ്പോൾ അധികം ഫുഡ് കഴിക്കുന്നില്ല, കുറച്ച് ലിമിറ്റഡ് ആണ്. ഒരു 7:30 8 o'clock ആകുമ്പോഴേക്കും ഡിന്നറൊക്കെ തീരും. ദെൻ ഐ ട്രൈ ടു മെയിൻറ്റെയിൻ ഒരു 10-12 മണിക്കൂറിൻ്റെ ഫാസ്റ്റിംഗ് പോലെ. ഇപ്പോൾ രാത്രി അധികം കഴിക്കാറില്ല. ഇപ്പോൾ നിങ്ങൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ 8 മണിക്ക് ശേഷം ഫുഡ് കഴിക്കാതിരിക്കുക. ട്രൈ ടു അവോയ്ഡ് ഷുഗർ ആസ് വെൽ. ബേസിക്കലി ബെഡിൽ കിടന്ന് അപ്പോൾ തന്നെ ഉറങ്ങി പോകും. സോ ഐ ഡോണ്ട് ഹാവ് മച്ച് ഓഫ് എ റൂട്ടീൻ ടൈം. എൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് കുറച്ച് വർക്കൗട്ട് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുക. ഇൻ കേസ് ഞാൻ അധികം ഫോണിൽ അവൈലബിൾ ആവാറില്ല. ഞാൻ കൂടുതൽ എന്തെങ്കിലും വോയിസ് നോട്ട് എടുത്തിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് അച്ഛനും അമ്മേനെ വിളിക്കുക. ദെൻ ഗോ ടു സ്ലീപ്പ്. ഇല്ല, നല്ലോണം ഫുഡ് കഴിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്ന ആളാണ് ഞാൻ. സോ ഐ ഡോണ്ട് ഗോ ഫോർ ഹാഷ് ക്രാഷ് ഡയറ്റ്സ് ഒക്കെ. ഈ ജ്യൂസ് അതൊന്നും ആക്ച്വലി ഹെൽത്തി അല്ല ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ലൈഫ്. സോ അങ്ങനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരോട് പറയുന്നത് യു ഹാവ് എ ഗുഡ് ഫുഡ്. അത് മെയിൻറ്റെയിൻ ചെയ്യുക. കാലറി ഇൻടേക്ക് ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കുക. ആൻഡ് ദെൻ ബിൽഡ് മസിൽ, ലിഫ്റ്റ് വെയ്റ്റ്സ്, ദെൻ കട്ട് യുവർ ഫാറ്റ്. ഫേവറേറ്റ് ഹെൽത്തി ഫുഡ് എല്ലാം നല്ല ഫുഡാണ്. പഞ്ചസാര മാക്സിമം കുറവ്. എനിക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ അങ്ങനെ സ്പെസിഫിക്സ് ഇല്ല. ഐ ഈറ്റ് എവറിത്തിങ്. ക്വാണ്ടിറ്റി നോക്കിയാൽ മതി. ഏറ്റവും ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചത് പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ചെയ്തു. ഞാൻ 10 ദിവസം ഷൂട്ട് തുടങ്ങിയപ്പോൾ തന്നെ 4 കിലോ വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ആക്ടിവിറ്റി ലെവൽ ഭയങ്കര കുറവായിരുന്നു. സോ പിന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ഭയങ്കരമായിട്ട് വന്നു. ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടി. വീൽ ചെയറിലിരുന്ന് അഭിനയിച്ചപ്പോൾ മനസ്സിലായതെന്ന് വെച്ചാൽ ലൈഫ് ഇസ് ടു കൈൻഡ് ടു മീ റൈറ്റ് നൗ. എനിക്ക് ഒരു സിനിമ ചെയ്യേണ്ടി വന്നു ഇത്തരം സ്പെഷ്യലി ഏബിൾഡ് ആൾക്കാരുടെ ഒരു പെർസ്പെക്റ്റീവിൽ ലൈഫിനെ കാണാൻ. എൻ്റെ ചുറ്റും ഇത്രയും ആൾക്കാരുണ്ടെന്നും പക്ഷേ നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു ചിന്ത പോലും പോയിട്ടില്ല ഇവരെങ്ങനെയായിരിക്കുന്നു. ബട്ട് പോസ്റ്റ് ജയ് ഗണേഷ് വ്യക്തിപരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ലൈഫിൽ ഞാനിപ്പോൾ ഒരു സിനിമ ചെയ്തത് കൊണ്ട് ഈ ഒരു പരിപാടി ചെയ്യുന്നതെന്ന് വിചാരിക്കരുത്. ബട്ട് ദാറ്റ്സ് എ ഹാഷ് ഫാക്ട്. നമ്മൾ 100 വീൽ ചെയറുകൾ ഇങ്ങനെ വി ആർ ഡിസ്ട്രിബ്യൂട്ടിങ് ഇറ്റ് ടു ദ നീഡി. ഫാക്ട് ഈസ് ദാറ്റ് ലൈഫ് ഒരുപാട് മാറിയിട്ടുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ലൈഫിൽ നടന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ദാറ്റ് ഐ ആം ഫേസിങ്, ഐ ഫീൽ ദർ ഇസ് നത്തിങ്. നിങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ തന്നെ ലൈഫിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ വിശ്വസിക്കണം. ഏപ്രിൽ 11 തിയേറ്ററിൽ നിങ്ങൾ പോയി ജയ് ഗണേഷ് എന്ന സിനിമ കാണുമ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടും.